തിരുവനന്തപുരം പാപ്പനംകോട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലുണ്ടായ കൂലി തർക്കത്തിൽ സംരംഭകനും ബന്ധുവിനും മർദ്ദനമേറ്റതായി പരാതി. നേമം സ്വദേശി ഹാഷിമാണ് പരാതിയുമായി പോലീസിനെ സമീപിച്ചത്. സ്പെഷ്യൽ സോൺ ആയിരുന്നിട്ടും ദുരനുഭവമുണ്ടായതിൽ കൂട്ടമായി പ്രതിഷേധിക്കുകയാണ് ഈ സംരംഭകർ. ഇന്ന് സ്ഥാപനങ്ങൾ അടച്ചിട്ടാണ് സംരംഭകരുടെ പ്രതിഷേധം. ആരംഗിന്റെ റിപ്പോർട്ടിലേക്ക്. നേമം സ്വദേശി നടത്തുന്ന വേണാട് പോളിമേഴ്സ് എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരനെയും ബന്ധുവിനെയുമാണ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെ കയറ്റിറക്ക് തൊഴിലാളികൾ മർദ്ദിച്ചത്. പഴയ പ്ലാസ്റ്റിക് കസേരകൾ പുനരുപയോഗത്തിനായി പൊടിച്ച് നിർമ്മാണ കമ്പനികൾക്ക് വിതരണം നടത്തുന്ന സ്ഥാപനമാണ് വേണാട് പോളിമേഴ്സ്. കയറ്റിറക്ക് തൊഴിലാളികളുമായി കൂലിത്തർക്കം നിലനിൽക്കുന്നതിനാൽ കുറച്ച് ദിവസങ്ങളായി ഇവിടെ നിന്നും ലോഡ് കയറ്റി അയക്കുന്നുണ്ടായിരുന്നില്ല. എന്നാൽ അടിയന്തരമായി അയക്കേണ്ട ലോഡ് ജീവനക്കാർ തന്നെ ലോറിയിലേക്ക് കയറ്റിയത് ചോദ്യം ചെയ്തായിരുന്നു ലോറി ഡ്രൈവറെയും ഉടമയുടെ പിതാവിന്റെ അനുജനെയും തൊഴിലാളികൾ മർദ്ദിച്ചത്. ഇതിൽ പ്രതിഷേധിച്ചാണ് ഇവിടുത്തെ മുഴുവൻ സ്ഥാപനങ്ങളും ഇന്ന് പണിമുടക്കുന്നത്. എൻ്റെ യൂണിറ്റിലെ സ്റ്റാഫുകൾ ലോഡ് കയറ്റി ഏകദേശം ഒരു പകുതിയോളം ആയപ്പോഴത്തേക്ക് ഒരു 3-4 പേര് വരികയും ഡ്രൈവറിനെ വണ്ടിയിൽ നിന്ന് വലിച്ചിറക്കി മർദ്ദിക്കുകയും ചെയ്തു. എൻ്റെ യൂണിറ്റ് ഇൻചാർജ് എൻ്റെ ഒരു അടുത്ത ബന്ധുവാണ്. തടയാൻ ചെന്ന പുള്ളിയെയും പിടിച്ചു തള്ളുകയും മർദ്ദിക്കുകയും ചെയ്തു. പാപ്പനംകോട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലെ ചുമട്ടുതൊഴിലാളികൾ ചട്ടവിരുദ്ധമായി പ്രവർത്തിക്കുന്നത് ഇവിടുത്തെ കമ്പനികളുടെ സുഗമമായ നടത്തിപ്പിന് തന്നെ സാരമായി ബാധിക്കുന്നുണ്ടെന്നാണ് ആക്ഷേപം. കൂലി വർധനവ് ചർച്ചയിലൂടെ ആവശ്യപ്പെടുന്നതിന് പകരം സംരംഭകരെ ഭീഷണിപ്പെടുത്തുന്ന സമീപനവും ഉണ്ടായിട്ടുണ്ടെന്നും ആരോപണമുണ്ട്. ആ യൂണിറ്റിനകത്ത് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട അധികാരികളുമായിട്ട് ഇത് ചർച്ച ചെയ്യാമല്ലോ. കയറ്റിയെടുക്കുമ്പോൾ പൈസ അവിടെയല്ലേ അടയ്ക്കുന്നത്, ബോർഡിലെ പിഴപ്പലിശ ഉൾപ്പെടെ അടയ്ക്കാമല്ലോ. അത് നിലനിൽക്കുമ്പോൾ കയ്യേറ്റം ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. ഇത് ചട്ടങ്ങൾക്ക് തൊഴിലാളി നിയമത്തിന്റെ പരിധിയിൽ വരുന്നതല്ല, ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. സംഭവത്തിൽ ഹാഷിം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സർക്കാർ സംരംഭകർക്ക് എല്ലാവിധ പിന്തുണയും നൽകി മുന്നോട്ട് പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കേരളത്തിന്റെ വ്യാവസായിക മേഖലയ്ക്ക് തന്നെ കളങ്കം സൃഷ്ടിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. സംരംഭകനായ ഹാഷിം തന്നെ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഹാഷിം, എങ്ങനെയാണ് ഈ കൂലി തർക്കത്തിന്റെ തുടക്കം? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഒന്ന് വിശദീകരിക്കാമോ? ആക്ച്വലി ഒരു 1.5 വർഷം അടഞ്ഞിടുന്ന കമ്പനി ഒരു 6-7 മാസം മുമ്പാണ് തുറന്ന് പ്രവർത്തിച്ചത്. ഈ തുറന്ന് പ്രവർത്തിക്കുമ്പോൾ തന്നെ ഞാൻ യൂണിയൻകാരുമായിട്ട് സംസാരിച്ച് ഒരു ടണ്ണിന് 350 രൂപ എന്നുള്ള നിരക്കില് കൂലി നിശ്ചയിച്ചിട്ടാണ് തുടങ്ങിയത്. ഏകദേശം ഒരു 10-20 ദിവസം വരെയും വളരെ സ്മൂത്ത് ആയിട്ടാണ് പൊക്കോണ്ടിരുന്നത്. എന്നാൽ ഒരു 10 ദിവസം മുമ്പ് ഇവർക്ക് ഒരു 22% വർധനവ് വേണമെന്ന് പറഞ്ഞു നിരന്തരം ഞങ്ങൾ പ്രഷറൈസ് ചെയ്യായിരുന്നു. അപ്പം ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കില്ല എന്ന് പലതവണ അറിയിച്ചു. അങ്ങനെ ശനിയാഴ്ച ഒരു ലോഡ് കയറ്റാനായിട്ട് വന്നു ഞങ്ങളുടെ യൂണിറ്റിലെ ഇൻചാർജ് യൂണിയൻകാരെ നേരിട്ട് പോയി കണ്ട് ലോഡ് കയറ്റാൻ വരണമെന്ന് അഭ്യർത്ഥിക്കുകയുണ്ടായി. അതിനുശേഷം അവര് ഒരു ഉച്ചവരെ ആയിട്ടും അവർ വരാത്തത് കൊണ്ട് ഞാൻ അസോസിയേഷൻ സെക്രട്ടറിയെ വിളിച്ച് വിവരം പറഞ്ഞു. അവിടെ ഇൻഡസ്ട്രിയൽ അസോസിയേഷന്റെ സെക്രട്ടറിയെ വിളിച്ച് ഞാൻ വിവരം പറഞ്ഞു. പുള്ളി അവരുമായി കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അവർ വരുമെന്നാണ് എന്നെ ആദ്യം അറിയിച്ചത്. കുറച്ച് കഴിഞ്ഞിട്ട് പുള്ളിയും വിളിച്ച് പറയുകയാണ് അവർക്ക് വരാൻ കഴിയില്ല, അവർക്ക് ലേബർ ബോർഡിൽ നിന്നും നിർദ്ദേശം ഉണ്ടായി. അതായത് അവര് കൂലി വർധനവില്ലാതെ ലോഡ് കയറ്റണ്ട, യൂണിറ്റുകാരെ കൊണ്ട് കയറ്റിക്കുകയും വേണ്ട എന്ന് ലേബർ ബോർഡിൽ നിന്നും അറിയിച്ചതായിട്ട് യൂണിയൻകാര് സെക്രട്ടറിയെ അറിയിച്ചു. അതായത് ഈ കൂലി സംബന്ധിച്ച് നിങ്ങൾ തുടക്കത്തിൽ ഒരു ധാരണയിൽ എത്തിയതായിരുന്നു അല്ലേ? അതെ. യൂണിറ്റ് റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കൂലി സംബന്ധിച്ച് ഒരു ധാരണയിലെത്തി. അത് ഏകദേശം ഒരു 10-15 ദിവസം മുന്നേക്ക് വരയ്ക്കും കറക്റ്റായിട്ട് പൊക്കോണ്ടിരുന്നു. അങ്ങനെ ഇവര് ഡ്രൈവറിനോട് ലോഡ് കയറ്റാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ ഡ്രൈവറിനെ വന്ന് ചില യൂണിയൻകാർ ഭീഷണിപ്പെടുത്തിയെന്നാണ് ഡ്രൈവർ പറഞ്ഞത്. അപ്പോൾ ലോഡ് കയറ്റാൻ അർജന്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങളൊരു 7 മണിയോടുകൂടി ലോഡ് കയറ്റാൻ തുടങ്ങി. അപ്പൊ ഞാൻ അവിടെ ഇല്ലായിരുന്നു. യൂണിറ്റ് ഇൻചാർജ് എന്റെ അടുത്ത ബന്ധുവാണ്, പുള്ളി ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളി വിവരം അറിയിച്ചനുസരിച്ച് ഞാൻ പെട്ടെന്ന് വന്നപ്പോ അവിടെ യൂണിയൻകാരുമായിട്ടുള്ള തർക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഡ്രൈവറിന്റെ ഷർട്ടൊക്കെ വലിച്ചു പറഞ്ഞ് മുഖമൊക്കെ അടികൊണ്ട് നീര് വന്ന ഒരു അവസ്ഥയിലായിരുന്നു. ഞാൻ ഉടനെ തന്നെ പുള്ളിയും കൊണ്ട് ഹോസ്പിറ്റലിലും നിയമ സ്റ്റേഷനിലും പരാതി കൊടുക്കുകയുണ്ടായി. തുടർന്ന് അസോസിയേഷനെ പോലീസ് അത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ നടപടി എടുക്കാമെന്ന് പോലീസ് ഉറപ്പ് വന്നിട്ടുണ്ട്. ഈ യൂണിയൻകാരുമായി സംസാരിച്ചിരുന്നു എപ്പോഴാ? അതിനുശേഷം യൂണിയൻകാരുമായി ഈ സംഭവത്തിന് ശേഷം സംസാരിച്ചിട്ടില്ല. അതിനു മുമ്പ് ഈ ഒരു 15 ദിവസം കൊണ്ട് ഈ ചെറിയൊരു തർക്കം നിൽക്കുമ്പോൾ തന്നെ ഞാൻ അവരുടെ പൂൾ ലീഡറിനെയും കൺവീനറിനെയും പലതവണ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു, സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരത് ചർച്ച ചെയ്ത് അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെയും എനിക്കൊരു തീരുമാനം അവരെ കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്നുള്ള ഒരു തീരുമാനം പോലും അവരെന്നെ അറിയിച്ചിട്ടില്ല.
സെക്രട്ടറി ശനിയാഴ്ച വിളിച്ച് സംസാരിക്കുമ്പോൾ പോലും അവർ ചർച്ച ചെയ്ത് തീരുമാനിക്കാം, നിങ്ങൾ ആദ്യം ലോഡ് കയറ്റി വിടുമെന്ന് പുള്ളി അഭ്യർത്ഥിച്ചിട്ടും അത് അവര് കേൾക്കാൻ കൂട്ടാക്കിയില്ല. ശരി, തുടരുക ഹാഷിം. ഇപ്പോൾ അസോസിയേഷൻ നേതാവായിട്ടുള്ള അനിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അനിൽ, താങ്കൾക്ക് കേൾക്കാമെന്ന് കരുതുന്നു. ഈ തുടക്കത്തിൽ തന്നെ ശ്രീ ഹാഷിം പറയുന്നത് ഒരു കൂലി നിശ്ചയിച്ചിരുന്നു, പിന്നെ അതിനുശേഷം എന്താണ് സംഭവിച്ചത്? ഇത് കുറെ ദിവസം കൊണ്ട് ഇവിടുത്തെ ചെമ്മട്ട തൊഴിലാളികൾ വ്യവസായ യൂണിറ്റുകൾ കയറി നിരന്തരം അവരുടെ തോന്നിയ കൂലി ചർച്ച നടത്തിയതിനു ശേഷം അവര് വരുന്ന ലോഡുകൾക്ക് അവരുടെ കുത്തിമതിപ്പിൽ റേറ്റ് ചോദിക്കുകയും അത് വിളിച്ചു നിർത്തി അവര് പല പ്രാവശ്യവും ബോർഡുമായി ബന്ധപ്പെട്ട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൂലി കുറച്ചു കൊടുക്കുകയും നടന്ന സംഭവങ്ങൾ ഈ അടുത്ത കാലത്ത് നടന്നിട്ടുണ്ട്. കൂലി വർധനവ് നടത്തിയതിനു ശേഷവും പല പ്രാവശ്യം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചെമ്മട്ടി തൊഴിലാളി ക്ഷേമ ബോർഡ് വിളിച്ചിട്ട് ആരും ഫോൺ എടുത്തില്ല. രണ്ടാമത് ഈ പൂൾ ലീഡറാണ് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കേണ്ട. ആ പൂൾ ലീഡർ വിളിച്ച് ഈ വിഷയത്തിൽ ഞാൻ അസോസിയേഷനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പറഞ്ഞു, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പരിഹരിക്കാം, ഇപ്പം നിയമം അനുസരിച്ച് വണ്ടിയെ തടസ്സപ്പെടുത്തരുത്, ലോഡ് കയറ്റി വിടുക എന്നാവശ്യപ്പെട്ടപ്പോൾ അവര് കൂടി ആലോചിച്ചതിന് ശേഷം സംസാരിക്കാമെന്ന് പറഞ്ഞതിന് ശേഷം തിരിച്ചു വിളിച്ചിട്ടില്ല. 7 മണിയായിട്ടും ഇവർ വരുന്നില്ല എന്ന് കണ്ടുകൊണ്ടാണ് ഈ വണ്ടിയെ നിർത്താൻ കഴിയില്ല ഞങ്ങൾ ലോഡ് കയറ്റാൻ നിർബന്ധിതരായത്. ഇത് ഇവിടെ ഒരു സ്പെഷ്യൽ സോണായിട്ട് സ്ഥാപനം ഉണ്ടായിട്ടും നമുക്ക് നീതി കിട്ടുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. മറ്റ് നമ്മുടെ ഈ പ്രദേശത്തുള്ള വേളി, കിൻഫ, മൺവിള 3 എസ്റ്റേറ്റുകളിലും ഈ ചുമട്ട് തൊഴിലാളി പരിധിയിൽ വരുന്നില്ല. ഇവിടെ മാത്രം ചെയ്യുമ്പോൾ ഞങ്ങളുടെ വ്യാപാരത്തെയും വ്യവസായത്തെയും തന്നെ അത് വലിയ സാരമായി ബാധിക്കുന്നുണ്ട്. ഇതിനൊരു വ്യക്തമാണ്. വളരെ നന്ദി. ശ്രീ അനിലാണ് വിവരങ്ങൾ നൽകിയത്.